കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയെ പിടിച്ചുകുലുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തമുണ്ടായത്. 242 പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മരണസംഖ്യ 292 ഉയർന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 1,25,000 ലിറ്റർ ഇന്ധനമാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. പറന്നു പൊങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ ജനവാസ മേഖലയിൽ വിമാനം ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ മാത്രമാണ് ആ വിമാനത്തിൽ നിന്ന് എമർജൻസി എക്സിറ്റ് വഴി ചാടി രക്ഷപ്പെട്ടത്. എന്തായാലും ഇപ്പോഴും ഈ കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. എങ്ങനെയാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത്? കാരണം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ബോയിങ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് സുരക്ഷിതമായ വിമാനമായി കണക്കാക്കപ്പെടുന്ന ബോയിങ് 787 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വിമാനം അപകടത്തിൽപ്പെടുന്നതിൻ്റെ 6ാമത്തെ സംഭവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് വീണ്ടും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കേന്ദ്രം അന്വേഷിക്കുന്നത്. ഇതിലൊരു ദുരൂഹതയുണ്ട്. പ്രധാനമായും തുർക്കി പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ വിമാനത്താവളങ്ങളിൽ അവരുടെ പല കമ്പനികളെയും പ്രവർത്തിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ആ തരത്തിലേക്ക് ഒരു അന്വേഷണം വേണമോ എന്നാണ് കേന്ദ്രം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ A1171 വിമാനമായിട്ടുള്ള ബോയിങ് 787-8 ഡി പ്ലെയർ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള യാത്രാ വിമാനമായിട്ടാണ് കണക്കാക്കുന്നത്. 2011 ഷിക്കാഗോ ആസ്ഥാനമായുള്ള ബോയിങ് ആദ്യമായി പുറത്തിറക്കിയ ഈ വിമാനം അതിൻ്റെ നൂതന സാങ്കേതികവിദ്യ, ആധുനിക രൂപകൽപ്പന, ശക്തമായിട്ടുള്ള സുരക്ഷാ റെക്കോർഡ് എന്നിവയ്ക്ക് പേര് കേട്ടതാണ്. നമ്മുടെ വിമാനം 11 വർഷം പഴക്കമുള്ളതാണ്. എന്നാൽ 30 വർഷമാണ് ഈ വിമാനത്തിൻ്റെ ആയുസ്. അതുവരെ വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാതെ ഈ വിമാനം നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. അങ്ങനെയുള്ളൊരു വിമാനം എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത്? 8000 മണിക്കൂർ വിമാനം പറത്തി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പൈലറ്റാണ് ഇത് വിമാനം നയിച്ചിരുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അങ്ങനെ അപകടത്തിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വളരെയധികം ദുരൂഹമാണ് ഈ വിമാനത്തിൻ്റെ അപകടം എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു വിമാന ദുരന്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തകൾ ആ രീതിക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ വിമാനാപകടത്തിൻ്റെ കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുകയാണ്. എന്തായാലും ഈ വിമാനത്തിൻ്റെ അപകട കാരണം എന്തായിരിക്കും എന്നുള്ളതിന് വിദഗ്ധർ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് 650 അടി ഉയരത്തിലായിരുന്നു ഈ വിമാനം ഇടിച്ചിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും തകർന്നതിൻ്റെ കാരണം ഇതുവരെ അറിവായിട്ടില്ല. 2011 മുതൽ ബോയിങ് 787 ആഗോളതലത്തിൽ നിരവധി മണിക്കൂർ പറക്കൽ സമയം ചിലവഴിച്ചിട്ടുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അതിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ ബാറ്ററി പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ബോയിങ് 787 ചരിത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഈ ദുരൂഹത ഇതിൽ വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ വിമാനം ഏറ്റവും സുരക്ഷിതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് തെറ്റുകൾ സംഭവിക്കാറില്ല. എങ്കിലും 5 കാരണങ്ങൾ ഈ വിമാനം തകരാനുണ്ടായത് അവർ വിലയിരുത്തുന്നത്. ഒന്ന്, എഞ്ചിൻ തകരാറാണ്. ബോയിങ് 787 റോൾസ് റോയ്സ് ട്രെൻറ്റ് 1000 ആണ് ഉപയോഗിക്കുന്നത്. പക്ഷി ഇടിച്ചാലോ അല്ലെങ്കിൽ മെയ്ഡേ കോൾ ചെയ്ത മറ്റേതെങ്കിലും തകരാറ് മൂലമോ ഇത് പലപ്പോഴും പ്രശ്നമുണ്ടാകാമെന്നുള്ളൊരു എഞ്ചിനാണ്. പ്രധാനമായും പക്ഷി ഇടിച്ചായിരിക്കാം വിമാനം തകർന്നതെന്നാണ് നിലവിൽ അനുമാനിക്കുന്നത്. പൈലറ്റ് മെയ്ഡേക്ക് 3 തവണ വിളിക്കുമ്പോൾ എയർ ട്രാഫിക് സ്റ്റാഫ് നടപടിയെടുക്കുന്നു. പലപ്പോഴും എഞ്ചിൻ തകരാറിനുള്ള പ്രത്യേക കാരണം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും പറഞ്ഞതിന് ശേഷം പെട്ടെന്നുള്ള ലാൻഡിംഗ് വിമാനത്തിൻ്റെ അപകടത്തിന് കാരണമാകുന്നു. ലാൻഡിംഗ് ഗിയർ പെട്ടെന്ന് തകരാറിലാകുന്നതാണ് ഇതിന് കാരണം. വിമാനങ്ങൾ പലപ്പോഴും അപകടങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് ADS ഫ്ലൈറ്റ് ഡാറ്റ കാണിക്കുന്നു. പൈലറ്റിൻ്റെ പിശകും ഫ്ലാപ്പിൻ്റെ സജ്ജീകരണവും കൊണ്ട് വിമാനം തകരാനുള്ള സാധ്യതയുണ്ട്. പൈലറ്റ് പിശകും ഫ്ലാപ്പിൻ്റെ ക്രമീകരണവും വിമാനം പറത്തുന്നതിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുവെന്ന് പറയുന്നു. പരിസ്ഥിതി പ്രവർത്തക ഘടകങ്ങൾ മറ്റൊരു കാര്യമാണ്. അതായത് ഉയർന്ന താപനിലയും റൺവേയിലുള്ള ചെറിയ ടേക്ക് ഓഫും വിമാനത്തിന് അമിത ഭാരം ഉണ്ടാക്കും. അല്ലെങ്കിൽ വിമാനം മുമ്പ് നന്നാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ബോയിങ് ഹൈഡ്രോളിക് ചോർച്ചയോ ഫ്ലാപ്പ് പ്രശ്നങ്ങളോ ഉണ്ടാകും. അങ്ങനെയും വിമാനം തകരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള അന്വേഷണവും നമ്മുടെ രാജ്യത്തിൻ്റെ അന്വേഷണവും ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.